എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ട്രംപ് ഇറാനുമായി ഒരു കരാർ ഉറപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും കഠിനമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ ട്രംപ് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അത് ഒരു പോക്കായിരിക്കുമെന്നും ഇനി ഉടനെയെങ്ങും ട്രംപിന് മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നും മനസ്സിലാക്കിയ നെതന്യാഹു ഇറാനെ പ്രകോപിപ്പിക്കാനും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ കരാറിന് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന് സമീപമുള്ള ദഹിയിലേക്ക് വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇത് ട്രംപിനെ വരെ ഞെട്ടിച്ചു കളഞ്ഞ സംഭവമാണ്. ഈ ആക്രമണം നെതന്യാഹു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇറാനെ വളരെയധികം പ്രകോപിപ്പിക്കാനുണ്ടായത്. ലെബനോൻ ഒറ്റയ്ക്കല്ലെന്നും ലെബനോനെ ആക്രമിച്ചാൽ പട്ടിയെ പോലെ ഇസ്രയേലിനെ ഞങ്ങൾ അടിച്ചു കൊല്ലുമെന്നുമാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ചർച്ചയുടെ നേതൃത്വം വഹിക്കുന്ന ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാഗർ ഗാലിഫാന്റെ ഭീഷണി. ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വന്നതിന് തൊട്ട് പിന്നാലെ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള മുജ്തബ അൽ ഖാംനയുടെ ഉപദേശകനായ അലി അക്ബർ വെലായത്തി പറഞ്ഞത്. ഇങ്ങനെ ഇറാനിലെ ഓരോരോ നേതാക്കളും ഈ ആക്രമണത്തിനെതിരായി പ്രതികരണം ഉണ്ടായതോടെ ട്രംപ് ഇടയ്ക്ക് ചാടി വീഴുകയും ഈ കരാർ ഒപ്പുവെച്ച് കിട്ടുന്നവരെ നിങ്ങൾ തിരിച്ചടിക്കരുത് എന്ന് ഇറാന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുകയുമാണ് ഉണ്ടായത്. ഇറാൻ അതിന് പ്രതികാരം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറാന് ഞാൻ വലിയ സമ്മാനം നൽകുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തതോടെ ആ സമ്മാനം ഇറാന്റെ ലോകകപ്പ് ടീമിന് അമേരിക്കയിൽ കൂടുതൽ ദിവസങ്ങൾ തങ്ങാനുള്ള വിസ നൽകുമെന്നാണ് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അതുക്കും മേലെ ഇറാന്റെ മരവിപ്പിച്ച $24 ബില്യൺ 12 ബില്യൺ ഞാൻ നൽകാമെന്നാണ് ഇറാന് കൊടുക്കാമെന്ന് പറഞ്ഞ സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഞാൻ സാധാരണ പറയുന്നത് പോലല്ല ഈ പണം ഉടൻ തരാമെന്നും ട്രംപ് പറഞ്ഞതോടുകൂടി ഇറാൻ തൽക്കാലം ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇപ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രംപ് ഓരോ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ട്രംപ് ഇങ്ങനെ ഇറാനോട് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഗതികേട് എത്ര വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ അറിയുന്നതിൽ നിന്നും വളരെയധികം ദുരന്തത്തിലാണ് ഇപ്പോൾ ട്രംപ് മിഡിൽ ഈസ്റ്റിൽ കഴിയുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ മതിയാവും. അത്രയധികം പരികളിലാണ് അയാളുടെ ഇപ്പോഴത്തെ ഭരണമുള്ളത്. ട്രംപിനെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ വരെ അമേരിക്കയിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ട്രംപിന്റെ ഇത്തരം വാഗ്ദാനങ്ങളും ഈ കരാറിന് വേണ്ടി ഇറാന്റെ പിന്നാലെ നടക്കുന്നതുമൊക്കെ വളരെയധികം പരിഹാസത്തിനാണ് ഇടയാകുന്നത്. എന്നാൽ ഈ പരിഹാസങ്ങളെയും ട്രോളുകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അമേരിക്കൻ പത്രങ്ങൾ വരെ ട്രംപ് നിൽക്കക്കള്ളി ഇല്ലാഞ്ഞിട്ടാണ് ഇറാനുമായിട്ട് ഈ കരാർ വയ്ക്കുന്നത് എന്ന് വരെ പറഞ്ഞു. അതും അയാൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ജൂൺ 19 സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ കരാർ ഒപ്പുവെക്കുമെന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരായിട്ട് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം നീക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, അമേരിക്കയും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഇറാനെതിരായിട്ടുള്ള ആണവ ഉപരോധം നീക്കാനുള്ള ചർച്ചകളും ഉടനെ ആരംഭിക്കും എന്നും ഈ യൂറോപ്പ് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഇറാന് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് ഇപ്പോൾ ഇറാന് വന്നുകൊണ്ടിരിക്കുന്നത്. 4 സൈഡിൽ നിന്നും വരികയാണ്. പണം കുവിഞ്ഞുകൂടിയാണ്. അവരുടെ വിദേശത്തൊക്കെ ഉണ്ടായിരുന്ന അവരുടെ പണം തിരികെ കിട്ടുന്നു. അതൊക്കെ ഇറാനെ സംബന്ധിച്ച് വളരെ നേട്ടമാണ്. കാരണം കാഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്തേക്ക് സമ്പത്ത് ഒഴുകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. തന്നെയുമല്ല, വലിയ താമസമില്ലാതെ തന്നെ ഇറാൻ ഒരു ആണവ പരീക്ഷണം പരസ്യമായി നടത്തും എന്നും പറയുന്നുണ്ട്. മിക്കവാറും അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയൊക്കെ ഇറാനെതിരായിട്ടുള്ള ഉപരോധങ്ങളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ ഒരു ആണവ പരീക്ഷണം നടത്തിയാലും ഇതിനെ ന്യായീകരിച്ച് നിൽക്കാൻ അവർക്ക് കഴിയും. കാരണം അവരുടെ കൂടെ നിൽക്കാൻ ഇപ്പോൾ ആളുണ്ട്. പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ആണവ പരീക്ഷണങ്ങൾ നടത്തിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതുപോലെ ഇറാനും ആണവ പരീക്ഷണം നടത്താനുള്ള എല്ലാവിധ സാധ്യതകളും തെളിഞ്ഞു വരുന്നു എന്ന് അമേരിക്കൻ പത്രങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രംപും ഇറാനുമായിട്ട് ഇങ്ങനെ വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ കരാറുകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രസിഡന്റിന്റെ കരാർ അട്ടിമറിക്കാനും അമേരിക്കയെ വീണ്ടും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാനുമുള്ള ഇസ്രായേലിന്റെ വ്യക്തമായ ശ്രമമാണ് ഇപ്പോൾ ലെബനോന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം എന്നാണ് അമേരിക്കൻ നയതന്ത്രജ്ഞർ തന്നെ പറയുന്നത്. ഇങ്ങനെ പോയാൽ വീണ്ടും ഇസ്രായേൽ ലോകത്ത് ഒറ്റപ്പെടുമെന്നും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിക്കാൻ കഴിയില്ല എന്നും ഇവർ പറയുന്നുണ്ട്. ഇതിന് മറുപടിയായി ഇസ്രായേൽ പറയുന്നത്, കഴിഞ്ഞ 3 ദിവസമായി വടക്കൻ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നിരന്തരം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രതികാരമായി ഞങ്ങൾ ബെയ്റൂട്ടിനെ ആക്രമിച്ചത് എന്നാണ്. ഇക്കാര്യം ഇസ്രായേൽ സൈന്യത്തിന്റെ സൈനിക മേധാവിയായ ഇയാൽ സമീർ തന്നെയാണ് സമ്മതിക്കുന്നത്. അയാൾ പറയുന്നത്, ഇസ്രായേലിലെ സിവിലിയന്മാർക്കിടയിൽ ഹിസ്ബുള്ള സ്ഥിരമായി ആക്രമണങ്ങൾ നടത്തുന്നത് കാരണം നിരന്തരം ജൂതർ കൊല്ലപ്പെടുന്നുണ്ട്. അത് ഞങ്ങൾ വെറുതെ കൈകെട്ടി നോക്കി നിൽക്കണോ എന്ന് ഈ സൈനിക മേധാവി തന്നെ പറയുമ്പോൾ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിലേക്ക് ഇതിനു മുമ്പ് വീണിട്ടുണ്ട്.
ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അന്നെല്ലാം ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഇവിടെ ഒരു മനുഷ്യൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല, നിസ്സാരമായ 2-3 പേർക്ക് പരിക്ക് പറ്റിയിട്ടുള്ളൂ എന്നൊക്കെയാണ്. ഇസ്രായേലിനുള്ളിൽ ഉണ്ടാകുന്ന മരണങ്ങളും നഷ്ടങ്ങളും പരിക്കുകളും എല്ലാം അവർ മറച്ചു വെക്കുകയാണ് എക്കാലം ചെയ്തുകൊണ്ടിരുന്നത്. അത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ടാണ് മാറിയത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. വളരെയധികം സെൻസറിംഗ് ആണ് ഇസ്രായേൽ നടത്തിയിരുന്നത്. പത്രമാധ്യമങ്ങൾക്കൊന്നും ഒരു കാര്യവും തുറന്നെഴുതാൻ ഇസ്രായേൽ അനുവാദമില്ല. എല്ലായിടത്തും ബാൻ ചെയ്തിരിക്കുകയാണ്. അഥവാ ആരെങ്കിലും എഴുതി കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലെടുക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത്. അതേ ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെയാണ് ഇപ്പോൾ പറയുന്നത്, ഇവിടെ ഞങ്ങളുടെ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുന്നുണ്ട്, നഷ്ടം വരുന്നുണ്ട്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്. ഇത് അവരുടെ നിസ്സഹായത തന്നെയാണ്. എന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം സൈനിസ്റ്റുകൾക്കെതിരായ ലെബനോന്റെയും ഇറാന്റെയും വിജയം എന്നാണ് ഇറാന്റെ സൈനിക ജനറലായ ഖാനി നെതന്യാഹുവിനെ ഓർമ്മിപ്പിക്കുന്നത്. അമേരിക്കൻ ബലത്തിൽ ഇക്കാലം അത്രയും അയൽ രാജ്യങ്ങളെ ആക്രമിച്ചിട്ടുള്ള ഇസ്രായേൽ ഇപ്പോൾ ശരിക്കും പതറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവർ ഇക്കാലം അത്രയും ജൂതരുടെ മരണനിരക്കുകൾ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി ഇസ്രായേലിന് മുന്നിൽ വരാനുള്ളത്, ഇതുവരെ ഹിസ്ബുള്ള, ഇറാൻ അല്ലെങ്കിൽ ഹൂത്തികൾ അല്ലെങ്കിൽ ഹമാസ് ഇവരുടെ എല്ലാം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ജൂതരുടെ കണക്കുകൾ പെരുപ്പിച്ചെങ്കിൽ കാണിച്ചുകൊണ്ട് തങ്ങൾ ഇരയാണ് എന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ അവർ കുറ്റവാളികളായി മുദ്രകുത്തപ്പെടും. നെതന്യാഹുവിന് രക്ഷപ്പെടണമെങ്കിലും ഇനി അത് മാത്രമേ മാർഗമുള്ളൂ. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അയാൾ യുദ്ധക്കുറ്റവാളിയായി വിചാരണ നേരിടേണ്ടി വരും. അപ്പോൾ ഈ വിചാരണയെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ ഇരയാണ്, പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തിയത് എന്ന് ഇസ്രായേലിനെ തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവർ ജൂതർ കൊല്ലപ്പെട്ടതിൻ്റെ കണക്കുകളും പരിക്കുകളും അവർക്കുണ്ടായ നഷ്ടങ്ങളുമെല്ലാം പുറത്തു പറയും എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ കരാർ അമേരിക്കയും ഇറാനും തമ്മിലാണ് എന്ന് ട്രംപും ഇറാനും തുറന്നു പറയുമ്പോൾ ഇസ്രായേൽ ഇറാന്റെ ആക്രമണ മുനമ്പിലാണ് എന്ന കാര്യം ആരും വിസ്മരിക്കാൻ പാടില്ല. ഇതാണ് ഇസ്രായേലിനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതും എന്ന് പറയേണ്ടതുണ്ട്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് കരാർ ലംഘനമല്ല, എന്നാൽ ഇസ്രായേൽ ലെബനോനെ ആക്രമിക്കുന്നത് കരാർ ലംഘനമാകുമെന്നും അതിന് ട്രംപാണ് ഉത്തരവാദി എന്നും ഒരു വിചിത്രമായ ഒരു കരാർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കരാർ സത്യത്തിൽ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഏതെങ്കിലും കാരണവശാൽ ലെബനോനെ ആക്രമിച്ചാൽ ട്രംപ് ഇടപെട്ട് ആ ആക്രമണത്തെ നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ കരാർ പൊളിയും എന്നാണ് ഇറാൻ ട്രംപിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കരാർ നിലവിൽ വന്നാലും ഇല്ലെങ്കിലും ഇസ്രായേലിനെ ഞങ്ങൾ തുറന്നും ആക്രമിക്കുമെന്ന നിലപാടാണ് ഇറാനുള്ളത്. ഇത് ഇനി വരുന്ന ആക്രമണങ്ങളെ മുഴുവൻ ഇസ്രായേൽ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും എന്നുള്ളതിൻ്റെ തെളിവാണ്. അവരുടെ അഹങ്കാരം ശമിക്കാൻ പോകുന്നു. അവർ ഇതുവരെ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും പിടിച്ചു വെച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. ഇസ്രായേൽ മൂലയിലേക്ക് ഒതുക്കപ്പെടുന്ന വെറും ഒരു നിസ്സാര രാജ്യമായി വലിയ താമസമില്ലാതെ തന്നെ മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.